ഈ ഒരു ചിത്രം കാണുമ്പോൾ ഓരോ അമേരിക്കക്കാരൻ്റെയും നട്ടെല്ലിലൂടെ ഒരു ഭയത്തിന്റെ തണുപ്പങ്ങ് പടർന്നു കയറും. ഈ ഒരു ചരിത്രപ്രധാനമായ ഈ ഒരു ദിവസത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ നാം ഒരു മഹനീയമായ ഒരു ദിവസമായി പിന്നീട് നോക്കിക്കാണും. അതായത് അമേരിക്കൻ നയതന്ത്ര വിദഗ്ധൻ അഥവാ രാഷ്ട്രീയ നിരീക്ഷകനായ വാൻ ജോൺസിന്റെ വാക്കുകളാണിത്. പറഞ്ഞത് മറ്റാരോടുമല്ല, നമ്മുടെ ലോകത്തിലെ തന്നെ ഇന്റർനാഷണൽ മീഡിയ എന്ന് നമ്മൾ പറയുന്ന CNN കൊടുത്ത അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. അതെ, ഇന്ത്യയുമായുള്ള ഒരു താരിഫ് നിലപാടിന്റെ പേരിൽ മാത്രമല്ല, പുതിയൊരു ലോകക്രമം അഥവാ ഒരു പുതിയ രാജ്യങ്ങളുടെ ലോകക്രമം 21ാം നൂറ്റാണ്ടിൽ പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ അപ്രമാദിത്വത്തിന് തിരശീല വീഴ്ത്തിക്കൊണ്ട് ചിലപ്പോൾ ഉദയം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തെ ഓരോ അമേരിക്കക്കാരനും ഭയത്തോടു കൂടി തന്നെയാകും നോക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. അതിനു മുൻപ് നിങ്ങളോട് ഒരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഇത് നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഒരു സബ്സ്ക്രിപ്ഷൻ അങ്ങോട്ട് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അധികം വെറുപ്പിക്കുന്നില്ല എങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ദയവായി പരിഗണിക്കുക. അതെ, അമേരിക്കയുടെ ഒരു അപക്വമായ ഒരു താരിഫ് നയങ്ങൾക്കെതിരെ ഒരുപാട് രാജ്യങ്ങൾ ഇരയാവുകയുണ്ടായി അല്ലേ? ഇന്ത്യയാണ് അതിനകത്ത്, ഇന്ത്യയും ബ്രസീലുമാണ് ഏറ്റവും വലിയ ഇരയായ രാജ്യങ്ങൾ എന്ന് വേണം പറയാൻ. നീതിയുക്തമല്ലാത്ത ഒരു താരിഫ് നയം ട്രംപ് ഒറ്റയടിക്ക് ഒരു ഏകാധിപതിയെ പോലെ സ്വീകരിക്കുകയായിരുന്നു എന്നും പറയുന്നവരുണ്ട്. പക്ഷേ ഇന്ത്യ ചൈന നേരത്തെ തന്നെ പല കാര്യങ്ങളും നമുക്കൊരു ശത്രുത മനോഭാവമായിരുന്നു. ഇന്ത്യയുടെ 1ാം നമ്പർ ശത്രു പാകിസ്ഥാനല്ല, ചൈനയാണ്, അഥവാ 2ാം നമ്പർ ശത്രുവാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരുപാട് നയതന്ത്ര വിദഗ്ധരുണ്ട്. അതിൽ പറയുന്നതിൽ കാര്യമില്ലാതില്ല. പക്ഷേ ഇന്ത്യ ചൈന ബന്ധം ഇപ്പോൾ കുറച്ച് ഊഷ്മളമായിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ റഷ്യ ബന്ധം നേരത്തെ തന്നെ വളരെ വലിയ ഒരു ബന്ധത്തിൽ തന്നെയാണ്. പക്ഷേ ഇന്ത്യ ചൈന ബന്ധം വളരെ ഊഷ്മളമാകുന്നു. ചൈനയെ ഒരിക്കലും വിശ്വസിക്കരുത്, ചൈനയുമായി ഇത്തരത്തിലുള്ളൊരു വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയൊക്കെ നമുക്ക് പറയാം. അതിനു മുൻപ് ഈ വാൻ ജോൺസിന്റെ ഒരു പ്രസ്താവന എന്താണ് നമുക്ക് നോക്കാം. അതായത് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ താരിഫ് നടപടികൾക്ക് ഇരയായ പല രാജ്യങ്ങളുടെ ലോക നേതാക്കളാണ് ചൈനയിൽ ഒത്തുകൂടിയത്. അതിനല്ല, പക്ഷേ ഷാൻഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഒരു ഉച്ചകോടിക്കായിട്ടാണ് നരേന്ദ്രമോദിയും നമ്മുടെ വ്ളാഡിമിർ പുടിനും ഷീ ജിൻപിങ് ചൈനീസ് പ്രസിഡന്റ് ഒക്കെ ഒത്തുകൂടിയത്. അവർ വളരെ സൗഹൃദ സംഭാഷണത്തിലും ചിരിച്ചുകൊണ്ടുള്ള പടവും അമേരിക്കയുടെ തീരോപീഷണികൾക്ക് മുന്നിൽ വഴങ്ങാതെ പത്രപ്രസ്താവന നടത്തുകയും പ്രസ് മീറ്റ് നടത്തുകയും ഇതിനൊന്നും വളരില്ല എന്നൊക്കെ പുടിൻ അതിനുശേഷം അമേരിക്ക വിമർശിച്ചുകൊണ്ടൊക്കെ കുറെ പത്രപ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു. ഈ 3 ലോകരാജ്യങ്ങളുടെ നേതാക്കൾ കൂടി പുഞ്ചിരിച്ചു നിൽക്കുമ്പോൾ ഓരോ അമേരിക്കക്കാരനും ഇത് ഭയത്തോടു കൂടിയാണ് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വെറും ഒരാളൊന്നുമല്ല, അദ്ദേഹം ഇന്റർവ്യൂ ചെയ്ത ചാനലും ഒരു ചെറിയ ചാനലും ഒന്നുമല്ല. അദ്ദേഹം അമേരിക്കയിലൊരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. അദ്ദേഹത്തെ പറ്റി നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാകും. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുഖവിലക്കെടുത്തേണ്ടത്. അദ്ദേഹം മാത്രമല്ല, ട്രംപിന്റെ ഈ താരിഫ് നയങ്ങൾക്കെതിരെ നേരത്തെ അമേരിക്കയുടെ NSA ആയിരുന്ന, അതായത് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്ന ജോൺ ബാൾട്ടൺ തന്നെ പറയുകയുണ്ടായി, ട്രംപിന്റെ ഈ നിയമം ശരിയല്ല, ഇന്ത്യയെ അടുപ്പിച്ച് നിർത്തണമെന്ന്. അതേപോലെ തന്നെ അമേരിക്കയിലെ നയതന്ത്ര വിദഗ്ധനായ ഡിപ്ലോമാറ്റ് എഡ്വേർഡ് പ്രൈസ്, അദ്ദേഹം അവിടുത്തെ യൂണിവേഴ്സിറ്റി പ്രൊഫസർ കൂടിയാണ്. അദ്ദേഹത്തെ അറിയാത്തവർ ചുരുക്കമായിരിക്കും. അതായത് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കുന്ന ആളുകളൊക്കെ, ഇന്റർനാഷണൽ ന്യൂസ് ഒക്കെ നോക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ അറിയാൻ പറ്റും. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇന്ത്യ വേറെ വഴികൾ നോക്കി. അതായത് ഇന്ത്യ തെളിയിച്ചു അമേരിക്കയുടെ താരിഫ് നയങ്ങളുടെ മുട്ടി നിൽക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നും ഇന്ത്യ അത് ഓവർകം ചെയ്യുമെന്നും ഇന്ത്യ തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ താരിഫ് പിൻവലിച്ച് ാണ് നല്ലത്, അല്ലെങ്കിൽ കുറയ്ക്കുകയാണ് നല്ലത്. ഞാനായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ ഒരു താരിഫ് 0 ഇന്ത്യയെ നമ്മുടെ ചേരിയിലേക്ക് മടക്കി കൊണ്ടുവരുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഒരു വിശദമാക്കുവാൻ വേണ്ടിയാണ്. അതായത് ഇന്ത്യ ചൈന റഷ്യ ബന്ധം ഉടലെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാൻ ജോൺസിന്റെ വാക്കുകൾ പ്രകാരം, അതായത് ഒരു പുതിയ 21ാം നൂറ്റാണ്ടിൽ ഒരു പുതിയ ലോകക്രമം വരികയാണ്. അതായത് പുതിയൊരു ചേരി രാജ്യങ്ങളുടെ ഒരു ശാക്തിക ചേരി അമേരിക്കക്കെതിരെ ഉയർന്നു പോവുകയാണ്. പതിറ്റാണ്ടുകളായി, ദശാബ്ദങ്ങളായി അമേരിക്ക കൈയടക്കി വെച്ചിരിക്കുന്ന ആ ഒരു അപ്രമാദിത്വം, ലോക പോലീസ് എന്നുള്ള ഒരു അപ്രമാദിത്വം ചിലപ്പോൾ അറുതി വരാൻ സാധ്യതയുണ്ട്. അതായത് ലോകത്തിലെ തന്നെ ജനസംഖ്യയുടെ ഒരു 40% ഈ 3 ലോകരാജ്യങ്ങളിലും കൂടിയാണ്. അതേപോലെ തന്നെ GDP-യുടെ ഒരു വലിയൊരു പെർസെൻറ്റേജും ഈ 3 ലോകരാജ്യങ്ങളും കൂടിയാണ്.
ഭാവിയിൽ, അതായത് നാളെ നടക്കുമെന്നല്ല പറയുന്നത്, ഭാവിയിൽ അവർ ഒരു കറൻസിയുമായി മുന്നോട്ട് വന്നാൽ അത് ഡോളറിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ഡോളറിന്റെ ഒരു അപ്രമാദിത്യമൊക്കെ നശിപ്പിക്കുമില്ല എന്ന് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് പുതിയൊരു ലോകത്തെ, പുതിയൊരു അമേരിക്കക്കെതിരെ ശാക്തിക ചേരി രൂപീകരിക്കുവാൻ ഈ രാജ്യങ്ങൾക്ക് സാമ്പത്തികമായും സൈനികമായും ആഗോളതലമായും കഴിവുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ അമേരിക്കക്കാരന്റെയും നട്ടലിലൂടെ ഒരു ഭയത്തിന്റെ തണുപ്പ് പ്രസരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, ഈ ഒരു ദിവസം ചരിത്രപരമായ ഒരു ദിവസമായി മാറും. പിന്നീട് അതൊരു അമേരിക്കക്കാരൻ ഓർക്കുന്നത് ഇതൊരു ചരിത്രപരമായ ഒരു നിയോഗത്തിന്റെ ദിവസങ്ങളായിട്ടാണ് ഓർക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. എതിർവാദങ്ങൾ പറയാം, നമ്മളുടെ ഡിപ്ലോമസി ഇങ്ങനെയല്ല, ചൈനയുമായി നാം ഒരിക്കലും ഇതിന് പോകരുത് എന്നൊക്കെ. അത്തരം പറച്ചിലുമ്പോൾ വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത്, ഇന്ത്യ ഒരിക്കലും ചൈനയ്ക്ക് വേണ്ടി അടിയറവ് പറഞ്ഞുകൊണ്ടല്ല ഒരു ചൈനയോട് അടുക്കുന്നത്. പരസ്പരം തോളിൽ കൈയിട്ടുകൊണ്ട് ഇന്ത്യയുടെ നമ്മുടെ കർഷകരുടെയും രാജ്യ താല്പര്യങ്ങളും നമ്മുടെ ഇൻഡസ്ട്രിയുടെയും, അതായത് നമ്മുടെ വ്യവസായം ചെയ്യുന്നവരുടെയും വ്യവസായികളുടെയും ഒന്നും ഒരു താല്പര്യം മറികടന്നുകൊണ്ടല്ല ചൈനയുടെ തോളിൽ കൈയിട്ടുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ പൊതുവായ ഒരു ശത്രുവോ മിത്രമോ ഇല്ല. അതായത് നമ്മളുടെ താല്പര്യങ്ങൾക്ക് ഇപ്പൊ അമേരിക്കക്ക് താരിഫിനെതിരെ നമുക്ക് കൂട്ടുപിടിക്കുവാനും അതിൽ നിന്നൊരു ഓവർകം ചെയ്യുവാനും ചൈനയും റഷ്യയുടെയും സഹായം നമുക്ക് ആവശ്യമാണ്. അവർക്ക് തിരിച്ചും നമ്മുടെ സഹായം ആവശ്യമാണ്. റഷ്യ എന്നും ചരിത്രം മറിച്ച് നോക്കുകയാണെങ്കിൽ റഷ്യ നമ്മുടെ എന്നും സുഹൃത്താണ്. റഷ്യയുടെ ആ ഒരു സുഹൃത്ത് ബന്ധം ഒരിക്കലും മാറിയിട്ടില്ല. ചരിത്ര സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. ചൈന നമ്മുടെ ഒന്നാം നമ്പർ ശത്രു തന്നെയായിരുന്നു. പക്ഷെ ഈ ഒരു വ്യാപാര കരാർ പുതുക്കുന്നതിലൂടെ ഇന്ത്യക്ക് തുല്യമായ ഒരു പങ്കാളിത്തം ഉണ്ടാകാൻ പോകുന്ന ഒരു കരാറൊക്കെയാണ് ഒപ്പിടാൻ പോകുന്നത് എന്നാണ് എനിക്ക് മറ്റു മാധ്യമങ്ങളിലെയും മറ്റും വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ നാം ചൈനയുമായി ചേർന്ന് ചൈനയ്ക്ക് കീഴിൽ അടിയറവ് വെക്കുവാനൊന്നുമല്ല പോകുന്നത്. അതായത് ചൈനയ്ക്കും ഇന്ത്യക്കും പരസ്പര സഹായവും പരസ്പര ഗുണവുമുള്ള ഒരു വ്യാപാര കരാറിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റുള്ള കരാറിലേക്കാണ് പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അതായത് ഇത് പറഞ്ഞു പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ചില ആളുകൾ പറയും ചൈനയോട് ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത് ശരിയല്ല, ചൈന നമ്മുടെ ഒന്നാം നമ്പർ ശത്രുവാണെന്ന്. അതുകൊണ്ട് മാത്രം പറഞ്ഞു പോയതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം, അമേരിക്കയുടെ നേരത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, അമേരിക്കൻ ഡിപ്ലോമാറ്റ്, അമേരിക്കയിലെ ലോയേഴ്സ്, പ്രൊഫസേഴ്സ്, അതേപോലെ സാമ്പത്തിക വിദഗ്ധർ അടക്കം ഇന്ത്യയോട് ഈ കാണിക്കുന്ന താരിഫ് നയങ്ങൾ അമേരിക്കയ്ക്ക് ഗുണകരമാവില്ല എന്ന് പറയുന്നു. 150 താഴെ കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെ ഒരു മാർക്കറ്റ് അമേരിക്കക്ക് ഉപേക്ഷിച്ചു പോകാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? KFC, ടെസ്ല, കൊക്കക്കോള, അങ്ങനെ പലവിധ കമ്പനികൾ, എണ്ണിയാൽ ഒടുങ്ങില്ല, ഒരുപാട് കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് കോടികൾ ലാഭം കൊയ്യുന്നില്ലേ? അപ്പോൾ ഏതായാലും ഈ ഒരു ചിത്രം കാണുമ്പോൾ, അതായത് എനിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ അമേരിക്കക്കാരനും ഒരു പക്ഷേ അവരുടെ നെഞ്ചിടിക്കുവാനോ അല്ലെങ്കിൽ ഒരു ഭയത്തിന്റെ ചെറിയൊരു ഭയമെങ്കിലും തോന്നുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ അമേരിക്ക തീരുവ ഏർപ്പെടുത്തുന്നത് മൂലം ഇന്ത്യക്ക് യാതൊരു നഷ്ടമില്ല എന്ന് പറയുന്നില്ല. ഇന്ത്യയുടെ GDP-യിൽ ഉൾപ്പെടെ, അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സന്തുലിതാവസ്ഥയിൽ ഉൾപ്പെടെ വളരെയേറെ കോട്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ 1, 2, 3 വർഷങ്ങൾ കൊണ്ട് നാം അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ മുന്നോട്ട് അതൊക്കെ ഓവർകം ചെയ്തു വരണം. അതായത് നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് വേറെ മാർക്കറ്റ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ അമേരിക്ക ഒരു 10 വർഷം കഴിഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചാൽ നാം എന്തു ചെയ്യും? അതായത് എല്ലാ രാജ്യങ്ങളും, അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, എല്ലാ രാജ്യങ്ങളിലും ഒരു വ്യക്തമായ ഒരു പെർസെൻറ്റേജ് ഓഫ് ട്രേഡ് മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു രാജ്യം ഇതേപോലുള്ള അപക്വമായതും നീതിയുക്തമല്ലാത്തതുമായ തീരുവ ഏർപ്പെടുത്തിയാൽ അതിനൊക്കെ ഓവർകം ചെയ്യാൻ ഇന്ത്യക്ക് കഴിയും എന്നാണ് ഞാൻ വിശ്വസിച്ചു പോകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്തരം വീഡിയോകളുമായി നിങ്ങളുടെ മുൻപിൽ വരും. അടുത്ത വീഡിയോയിൽ കാണാം എന്ന ഒരു പ്രതീക്ഷയോടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.